തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൂരൽമല ദുരന്തത്തിന് ധനസഹായം നൽകുന്നതിൽ പോലും കേന്ദ്രത്തിലെ BJP സർക്കാർ കടുത്ത രാഷ്ട്രീയ വിരോധമാണ് കാണിച്ചത്. ചൂരൽമല ദുരന്തത്തിന് ശേഷം കാലവർഷക്കെടുതി സംഭവിച്ച സംസ്ഥാനങ്ങൾക്ക് നിവേദനം കൊടുക്കുക പോലും ചെയ്യാതെ തന്നെ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയ കാഴ്ചയാണ് നാം കാണുന്നത്. വായ്പാ പരിധി നേർപകുതിയാക്കി കുറച്ചും ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചും കേരള സർക്കാരിനെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണ്. അദ്ദേഹം തുടർന്ന് പറഞ്ഞു. 10 ലക്ഷത്തിലേറെ തസ്തികകൾ നമ്മുടെ രാജ്യത്ത് സർക്കാർ സർവീസിൽ കേന്ദ്ര സർക്കാർ ഒഴിവ് നികത്താതെ വരുന്നുണ്ട്. റെയിൽവേയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത പ്രശ്നം, പല അപകടങ്ങളും വർദ്ധിച്ചിട്ടും ഒഴിവ് നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുണ്ട്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. അസംഘടിത മേഖലയിൽ 7 വർഷത്തിനിടെ 30 ലക്ഷം തൊഴിലാളികൾ തൊഴിൽ രഹിതരായിട്ടുണ്ട്. അപ്പൊ പുതിയ തൊഴിൽ സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിൽ നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ഇത് ശക്തമായ പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ബദലുയർത്തി പിടിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിമിതി നിന്നുകൊണ്ട് ഭരണം നടത്തുകയാണ്. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ KK സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശൻ, പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിറാജ്, ബ്ലോക്ക് പ്രസിഡന്റ് NK റൂബിൻ, SFI ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ്, K ഷിൻറ്റു, രശ്മി കളത്തിൽ, S സുധീഷ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ സ്വാഗതം പറഞ്ഞു. KK രാജീവൻ സ്മാരക പുരസ്കാരം, ദേശാഭിമാനി പാലക്കാട് ചിറ്റൂർ ലേഖകൻ S സുധീഷും, അഖില കേരള ചിത്രരചനാ മത്സരത്തിന്റെ ഗോൾഡ് മെഡൽ കൊളശ്ശേരി പറക്കോട് അദ്വൈത് PP-യും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. രാവിലെ ചമ്പാട് അരയാക്കൂലിൽ ഷിബുലാലിന്റെ സ്മൃതി കുടീരത്തിലും വൈകുന്നേരം പാനൂരിൽ KK രാജീവിന്റെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടന്നു. തെക്കേ പാനൂർ രാജു മാസ്റ്റർ സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ച് യുവജനങ്ങളെ അണിനിരത്തി വൈറ്റ് വളണ്ടിയർ മാർച്ചോടെ നടന്ന ബഹുജന പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു.